ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ഒരു ന്യൂ എപ്പിസോഡ് ഇതേ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതെ, എല്ലാരും ഓൾ സെറ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നും ഒരുപാട് നല്ല നല്ല പാട്ടുകളും നമ്മുടെ മാജിക്കും ജിംബ്രൂട്ടനും എല്ലാവരുമായിട്ട് നമ്മൾ കിടിലനാക്കാൻ പോവാണ്. കുട്ടികളുടെ പാട്ട് മാത്രല്ല, ഇപ്പൊ നമ്മളെ ജിംബ്രൂട്ടനും പാടി തുടങ്ങിയിട്ടുണ്ട്. ജിംബ്രൂട്ടന്റെ പാട്ടും ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജിംബ്രു എങ്ങനെ പോണു? அடிபொலியாயிட்டு ஓடு சார். சௌக்கியமா இருக்கா? சௌக்கியமா இருக்கு சார். எப்படி இருக்கு? நல்லா இருக்கு சார். நல்ல இருக்கா? அரி இருக்கு ഞണ്ട്. தமிழ் கொஞ்சம் கொஞ்சம் தெரியும். ஓ, தமிழ் கொஞ்சம் கொஞ்சம் தானே. ஹிந்தி தெரியுமா? ஹிந்தி நகி மாலு சார். ஓ, ஹிந்தி நகி മാലു. തമിഴ് கொஞ்சம் கொஞ்சம் தெரியும். പിന്നെ കന്നഡ தெரியுமா? നോക്കണ്ട സാർ. ആപ്പടെ മലയാളമേ നന്നായിട്ട് അറിയാവൂ. അത്രേ അറിയാവുള്ളൂ. നമുക്ക് അത് മതി. ബീയിങ് എ മലയാളി, ബി പ്രൗഡ്. ജിംബ്രു, എന്തോ നമുക്ക് ആരെ വിളിക്കാനാ? തൃശ്ശൂരിന്ന് ഒരു കുട്ടിയെ വിളിച്ചാലോ സാർ? കറക്റ്റ്, തൃശ്ശൂർ. വെൽക്കം ശ്രിയ ഫ്രം തൃശ്ശൂർ. മിടുക്കിയായിട്ടുണ്ടല്ലോ. ഏത് പാട്ടാ പാടണേ? ജൂണിലെ നിലാമഴയിൽ. ജൂണിലെ നിലാമഴയിൽ. ആ, സൂപ്പർ പാട്ടാണല്ലോ. അപ്പൊ നന്നായിട്ട് പാടൂ. ഓക്കെ. ജിംബ്രു, ഞാൻ പാട്ട് അറിഞ്ഞൂടല്ലേ? അല്ല, ഇപ്പൊ ഞാൻ പാടിയ പാടാം സാറേ. തെറ്റിയാ കുഴപ്പമില്ലല്ലോ. ഇല്ലേ, ഒരു കുഴപ്പം. ജൂണിലെ നിലാമഴയിൽ നാണമായി. അറിയില്ല സാർ. എന്തായാലും ഉള്ളിടത്തോളം കൊള്ളാം. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു.
ശ്രീയ എന്തോ നന്നായിരുന്നു അവിടെ. നല്ലൊരു പാട്ട്, നല്ല സുഖമുള്ള കുളിർമയുള്ള ഒരു പാട്ട്. നമ്മുടെ എം ജയചന്ദ്രൻ ആൻഡ് ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ പാടിയിരിക്കുന്ന സുജാതയുടെ വോയിസും കൂടെ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു കൂൾ ഫീൽ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നിലാവും മഴയും ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. മോൾ അതുപോലെ തന്നെ കഴിഞ്ഞ തവണ പാടിയതിനെക്കാട്ടിലും മച്ച് ഇംപ്രൂവ്, അടിപൊളിയായിട്ട് പാടി. രണ്ട് മൂന്ന് സ്ഥലങ്ങൾ എനിക്ക് തോന്നിയ 2-3 സ്ഥലങ്ങളുണ്ട്. പല്ലവിയിൽ നിന്റെ നെറുകയിൽ ഉണരും ആ പോർഷൻ ഒന്ന് പാടാവോ? ക്ലാരിറ്റി കേട്ടോ വോയിസിന്, അല്ല അക്ഷരത്തിന്. ആ അവിടെ മോള് അങ്ങ് എത്തിയില്ല, അങ്ങ് എന്താണ് തേഞ്ഞങ്ങ് പോയി. കാരണം 2 പ്രാവശ്യവും അതിനൊരു ഫിനിഷ് വന്നില്ല. സാധാരണ ഒരു പാട്ട് പാടുമ്പോൾ ഒരു ഫിനിഷ് ഉണ്ടല്ലോ, അത് വന്നില്ല. പിന്നെ നീ മയങ്ങും മഞ്ഞും മൂടവേ, അത് ചരണം വരുന്നില്ലേ, അത് ശ്രുതിയാണ്, പാടണ്ട. ശ്രുതിയുടെ ഒരു പ്രോബ്ലം വന്നു. പിന്നെ ഈ ലാൻഡിങ് പ്ലേസസിൽ എല്ലായിടത്തും ചില സ്ഥലങ്ങളിലൊക്കെ ഈ ശ്രുതി എൻഡ് ചെയ്യുന്നത് ഈ ചെറിയ സംഭവമാണ്, പക്ഷെ എങ്കിലും അത് വലിയൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ എന്തെങ്കിലും റെക്കോർഡിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ റെക്കോർഡിങ്ങിനാണ്, ഗാനമേളയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതെല്ലാം എന്തോ ഓഡിയോയുടെ കൂടെ ആ വലിയ മുഴക്കത്തിൻ്റെ കൂടെയും ജനങ്ങളുടെ ആരവത്തിൻ്റെ കൂടെ ഇതങ്ങ് പോവും. പക്ഷെ നമ്മൾ വെൻ വി റെക്കോർഡ് എ സോങ് ഇതെല്ലാം ഇപ്പം കുത്തിയെടുക്കാം, പിന്നെ ഓട്ടോ ട്യൂൺ ചെയ്യാം, പിന്നെ താളം പോയി കഴിഞ്ഞാൽ പിടിച്ചിടാം, അതൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ പാടുമ്പോൾ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് അതും കൂടെ നോക്കിക്കോളൂ കേട്ടോ. കാരണം എവിടെ നിലാമഴയിൽ ആ പോർഷൻ എവിടെ ഏത് പോയിന്റിൽ നിർത്തുന്നോ അവിടെ എല്ലാം ഫിനിഷ്. നമ്മൾ പറയത്തില്ലേ ചില വീടൊക്കെ എന്താ ഫിനിഷ് എന്ന് പറയുമല്ലോ, അവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു കല്ല് പൊട്ടി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന് എല്ലാം കൊള്ളാം, ആ മൂലയ്ക്ക് ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ പൊട്ടി കിടക്കുന്നത്. അപ്പം നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഫീൽ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ പാട്ടിനെക്കാട്ടിൽ 100 times ബെറ്റർ ആയിട്ട് വന്നു. നല്ല ഫീലുണ്ട്, നല്ല ശബ്ദമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി. താങ്ക് യു. ആകെ ഉള്ള ഒരു കുഴപ്പം ഞാൻ കാണുന്നത് മോടെ ശ്രുതിയാണ്. അവിടെ ഇവിടെ മോള് ഷാർപ്പായിക്കോണ്ടിരിക്കുക. നമ്മൾ പാട്ട് പഠിക്കുന്ന കാര്യത്തിലായിരിക്കണം ഷാർപ്പായിരിക്കണം, പാടുമ്പോഴല്ല. പിന്നെ ഒരു സംശയം, ഇതിന്റെ ഇടയ്ക്ക് ആ ഗ്രൂമേഴ്സിനെ നോക്കി വരട്ടുന്ന കണ്ടല്ലോ കുഞ്ഞ്, എന്തായിരുന്നു ശ്യാമിന്റെ അടുത്ത്? എന്തായിരുന്നു അത് മോളെ? അങ്ങനൊന്നില്ല. അയ്യോ ഞാൻ പേടിച്ചു സത്യത്തില്. ഞാൻ വരച്ച മോള് പാട്ട് നിർത്തിയിട്ട് ഇപ്പൊ അവരെയൊക്കെ അടിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയതാ. അല്ല ഇങ്ങനെ ക്രൂരമായിട്ടാണോ ഇപ്പൊ നോക്കുന്നത്? അതും ഒരു ഗ്രൂമറിനെ പേടിച്ചിട്ടാ. അവര് പേടിച്ചിട്ടാണോ? ആ ശ്യാം ഇനിയിപ്പോ എണീക്കാതിരിക്കുക അവിടെ. എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നോക്കിയത് അത്ര ക്രൂരമായിട്ട്? അത് അറിയില്ല, അപ്പൊ തോന്നിയപ്പോ നോക്കി. ആ ദേഷ്യം മുഴുവൻ അവരുടെ അടുത്തല്ലേ മക്കൾക്ക്. ശരി, എന്തൊക്കെയാലും കൊള്ളാം മോളെ. ഇതാണ് എനിക്ക് പ്രധാനമായിട്ടുള്ള നന്നായിട്ട് തന്നെ പാടിയത്. ഇപ്പൊ മോളിത് ഇപ്പൊ സ്റ്റുഡിയോയിലാ പാടുന്നെങ്കിൽ ഇതൊരു പ്രോബ്ലമേ ഇല്ല. അല്ല അലുവ പോലെ നമ്മളത് അങ്ങോട്ട് വരച്ച് പാടിയതിനേക്കാളും നന്നായിട്ട് അങ്ങ് തരും. എക്സ്ട്രാ കുറച്ച് സംഗതിയൊക്കെ എക്സ്ട്രാ വരച്ച് അങ്ങ് തരും. കാരണം അതിനുള്ള ടെക്നോളജി ഉണ്ട്, നമ്മളത് ചെയ്തുകൊണ്ടും ഇരിക്കുക. അവിടെ സത്യം പറയാൻ. പക്ഷെ ഇത് ഇങ്ങനെ ലൈവായിട്ട് മോള് വന്നെന്ന് പാടുമ്പോൾ ഇപ്പൊ ഒരു ഗാനം അണ്ണം പറഞ്ഞ പോലെ ഗാനങ്ങളൊക്കെ ആകുമ്പോൾ അതങ്ങ് പൊക്കോളും. ഇതിവിടെ നമ്മൾ കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മളിത് ഇനിയർ ഇട്ട് കേൾക്കുമ്പോൾ അത് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് മോടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത് കേട്ടോ. താങ്ക് യു സർ. ഇനി ശരിയാക്കും. ഇല്ല ഈ നമുക്ക് ചേരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായോ? സത്യം പറയണം. മനസ്സിലായി. അല്ല നമ്മളെ ആ ഗ്രൂമേഴ്സിനെ വരട്ടിയ പോലെ എന്നെ വരട്ടാൻ നോക്കാം. ഞാൻ ആള് പേശാണ് മോളെ. അത് നമുക്ക് മനസ്സിലാവണോടാ. ഇപ്പൊ നമുക്ക് ചേരുന്നില്ല, നമുക്കത് മനസ്സിലാകണം. മനസ്സിലായി. അതാണ് പ്രധാനം കേട്ടോ. അത് മക്കള് കറക്റ്റ് ചെയ്തോണം. ശ്രുതി കാര്യം അത് ഇമ്പോർട്ടന്റ് ആണ്. വലിയ സംഗതികളൊന്നും ഇല്ലെങ്കിലും ശ്രുതി ചേർത്ത് ഒരു സാധനം പാടിയാൽ, സിമ്പിൾ ആയിട്ട് പാടിയാലും അതിനൊരു സുഖമുണ്ടാവും. അത് കുറേ സംഗതി ശ്രുതി ചേരാതൊക്കെ പാടിയാൽ നമ്മള് ചെവിക്കകത്ത് വിരളം കിട്ടും. അപ്പൊ അത് മനസ്സിലാക്കാം. അത് ശ്രുതി പ്രധാനമാണ് മക്കളെ കേട്ടോ. അത് ഈ ഒരു പ്രായത്തില് നമുക്ക് കുറെയൊക്കെ പ്രായം നമുക്ക് ചെവി കൃത്യമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ജരായിക വരും. ഇപ്പൊ നല്ല ഫ്രഷ് ആയിട്ടിരിക്കല്ലേ ചെവിയൊക്കെ. അപ്പൊ അടിച്ച് തള്ളിക്കണം. ഇനി മേലാൽ ഗുരുക്കന്മാരായ അവരെ നോക്കി പേടിപ്പിക്കരുത്. ഏറ്റല്ലോ ഇതൊരു വാക്കായിരിക്കണം. താങ്ക് യു. ശ്രേയക്കുട്ടി, എന്തോ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്നാലും കഴിഞ്ഞ സോങ് ഞാൻ പാടിയപ്പോ ഇവിടെ വന്നിട്ട് അതേപോലെ ആവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും
പക്ഷെ പറഞ്ഞല്ലോ മുമ്പത്തെ പെർഫോമൻസിനെക്കാട്ടിലും നല്ലായിരുന്നു ഇന്ന്. ഈ പാട്ട് 2 വേർഷൻസ് ഉണ്ട്. ദാസേട്ടൻ പാടിയ വേർഷനും ഉണ്ട്, സുജാ ചേച്ചി പാടിയ വേർഷനും ഉണ്ട്. മോൾ ഏതാ കേട്ടെ? ഞാൻ ഡുവറ്റ് വേർഷനാണ് കേട്ടത്. അപ്പൊ ഈ പാട്ട് ഡുവറ്റ് വേർഷനാണ് കേട്ടത്. അതെ. ഓക്കെ. അപ്പൊ അവരുടെ സോളോ വേർഷൻസും ഉണ്ട് കേട്ടോ. അതും കൂടെ കേൾക്കണമായിരുന്നു. സുജാ ചേച്ചിയുടെ കേൾക്കണമായിരുന്നു. ആൻഡ് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഫീലാണ്. ആ ഒരു സൂതിങ് ഇഫക്റ്റും പിന്നെ സുജാ ചേച്ചിയുടെ കുറെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ട് ഇതില്. സിഗ്നേച്ചേഴ്സ് ഉണ്ട്, ഡൈനമിക്സ് കൊടുക്കുന്ന രീതിയിൽ സിഗ്നേച്ചേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ എന്താ പറയാ, സുജാ ചേച്ചിക്ക് അത് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ജഡ്ജസ് പറഞ്ഞ ചെറിയ കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നോണ്ടാണ് കേട്ടോ. ഷേകുട്ടി അത്രയ്ക്ക് മനോഹരമായിട്ട് പാടുന്നോണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ പറയുന്നത്. കാരണം ഷേകുട്ടിക്ക് അടുത്ത റൗണ്ടിൽ ഇതിനെക്കാട്ടും തകർക്കാനുള്ളതാണ്, അടിപൊളിയായിട്ട് പാടാനുള്ളതാണ്. മോള് അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഈ ഒരു പാട്ട് മേ ബി കുറച്ചും കൂടെ ഇന്നാവാനുണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം മോൾക്ക് മേ ബി കുറച്ചും കൂടെ മെച്ചേർഡ് ആകുമ്പോൾ ഈ ഒരു പാട്ടിന് ആ ഒരു മീനിങ്ങും ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മനോഹരമായ വരികളുമാണ്. അപ്പൊ ആ ഒരു മീനിങ് ഒക്കെ ഉൾക്കൊണ്ട് പാടാൻ പറ്റുന്നത് മേ ബി കുറച്ചും കൂടെ മെച്ചേർഡ് ആയിട്ട് പാടാൻ പറ്റും. താങ്ക് യു മാം. മോളെ അടിപൊളിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Shreya, so we are giving you 98 out of 100. Thank you. All the best. Thank you. Top Singer Season 4. എന്താ വരവ്! എനിക്ക് സത്യത്തിൽ കണ്ടപ്പോഴത്തേക്ക് ജഗദീഷ് വരുന്ന പോലെ തോന്നി. എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കൈയൊന്ന് ഇങ്ങനെ വെക്കൂ. കാക്ക തൂറിന്നാ തോന്നുന്നേ. ജഗദീഷിന് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ് സാറേ. ഈ സിനിമയിൽ ഏത് നടിമാരെ ഇഷ്ടം? ഇവിടെ വെച്ചൊരു നടീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാവോ? ഇല്ല. അല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ അതാരാ ഇഷ്ടമുള്ള ഒരാളാ? ഒരു ക്ലൂ തരാം. ആ പറയൂ. ഓ മാമാ 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 ചന്ദമാമ. മക്കളെ, ആ മാമനല്ലാതെ ചന്തമാമന്മാര് കുറെ ഉണ്ട്. എടുത്തിട്ട് ജിംബ്രുവിന്റെ ഷേപ്പ് മാറ്റും. ജിംബ്രുവിന് അത്രയ്ക്ക് ഇഷ്ടമാണോ നിത്യാമാമനെ? ആ, പക്ഷെ നിത്യാമാമന് ഓൾറെഡി മാരീഡ് ആണ്. എന്ത് ചെയ്യും? അതുപോലെ ഇന്നലെ ജിംബ്രു എന്റെ അടുത്ത് പറഞ്ഞന്ന് എന്റെ സ്വന്തം പെങ്ങളെ പോലെ അന്ന്. അങ്ങനെ പറഞ്ഞു. എന്നെ കണ്ടപ്പോ പറഞ്ഞു എന്റെ പെങ്ങളാ സാറിന്റെ അടുത്തിരിക്കുന്നത്. ഇതൊരു ഇരട്ടത്താപ്പനാണല്ലോ ഇത്. സാറ് പറയാ. ജിംബ്രു അതൊക്കെ പോട്ടെ, കാരണം അതൊക്കെ ഒരു സൈഡ് വഴി നടക്കട്ടെ. എങ്കിലല്ലേ ഒരു ലൈഫിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ അല്ലേ? അതെ. അടുത്ത് ആരെ വിളിക്കാൻ നോക്ക് പാടാൻ? നമുക്ക് കണ്ണൂരിന്ന് വിളിച്ചാലോ സാറേ? പാപ്പിനിശ്ശേരി എന്നല്ലേ, പാമ്പുവളത്തൽ കേന്ദ്രത്തിൽ നിന്നല്ലേ? അതെ. പേരെന്താ? ദേവി നന്ദ. വെൽക്കം ദേവി നന്ദ ഫ്രം കണ്ണൂർ പാപ്പിനിശ്ശേരി. ഏത് പാട്ടാ പാടണേ? ഞാൻ ചൂളമടിച്ചു കറങ്ങി നടക്കും. ഓ, അതായി തൊപ്പിയൊക്കെ വെച്ച് വന്നേക്കുന്നേ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ഹാലിൻ കൊമ്പത്തന്തിയുറങ്ങടൊരോലെ ഞാലിക്ക് പൂത്താലി.
ദേവിക്കുട്ടി, എന്തോ ദേവിക്കുട്ടി എത്ര പ്രാവശ്യം കേട്ടി പാട്ട്? കൊറേ കേട്ടു. കുറേ കേട്ടോ, എന്നുവെച്ചാൽ ഒരു 20-25 പ്രാവശ്യം. ഇവിടെ വന്നതിന് ശേഷമാണോ നേരത്തെ സെലക്ഷൻ മുമ്പേ പാടുന്ന പാട്ടാണോ ഇത്? വന്നതിന് ശേഷം. വന്നതിന് ശേഷം. അപ്പം മോള് പാടിയിട്ടുണ്ട്, നല്ല ശബ്ദമാണ്, കൊള്ളാം, രസമുണ്ട്. പാട്ട് ടോട്ടലി കേൾക്കുമ്പം എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് മോക്ക് തിരി കൊച്ചു കൊച്ചു പ്രശ്നം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ. അത് എന്താണ്, ആലിൻ കൊമ്പത്ത്, അത് എപ്പോഴും എടുക്കുമ്പോഴും വേറൊരു നോട്ടിൽ നിന്നാണല്ലോ കയറുന്നത്. ആലിൻ കൊമ്പ്, അത് സെയിം അല്ലേ അത്? അതെ, ഇപ്പോഴും അങ്ങനെയാണ് പഠിക്കുക. ചൂളമടിച്ച് പാടിയൊരു ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ഓഹോ, ആ, ഹാലിൻ കൊമ്പത്തന്തി ഉറങ്ങണൊരോലെ ഞാലിക്ക് പൂത്താലി. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിന് കൂടേണ്ടേ. ഇപ്പൊ ഇത്രയും പാടിയത് ഈ കല്യാണത്തിന് മാത്രം. കല്യാണത്തിന് കൂടേണ്ടേ. ഇപ്പൊ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, മോള് ഈ പാടിയതിൽ ഇത്രയും ക്ലാരിറ്റിയോട് കൂടി പാടിയില്ല. മോക്ക് അറിയാം ഇത്തിരി ഉഴപ്പുണ്ടോ? ഇല്ല. തുടക്കത്തിൽ ഉഴപ്പി എന്ത് ചെയ്യുന്നറിയോ? ഈ അണ്ണാച്ചിടയിലൊരു പൊടിയുണ്ട്, എന്താ അണ്ണാച്ചിന്റെ പേര്? ജിംബ്രു പൊടി. ജിംബ്രു പൊടി. ആ ജിംബ്രൂട്ടാൻ കൊണ്ട് കൊടുത്താണ്. അത് ഈ ചരല് പോലെ ഇരിക്കും, മണല് മണല് ഇങ്ങനെ തരി പോലെ ഇരിക്കും. അതെടുത്ത് ഇങ്ങനെ നല്ല ഷാർപ്പാണ്. നല്ല ഷാർപ്പാ. അതെടുത്ത് ഇങ്ങനെ ഇത്തിരി പച്ചവെള്ളത്തിൽ ഇങ്ങനെ തൊടും, എന്നിട്ട് അതിലോട്ടൊന്ന് തൊടും. എന്നിട്ട് ഈ ചെവിയുടെ ഈ ചെറിയ ഭാഗമല്ലേ, ഈ ചെറുങ്ങനെയുള്ള ഭാഗം, വേദന എടുക്കുന്ന അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇഷ്കിണി ഇങ്ങനെ മുറുക്കും. അത് എത്ര വേണമെന്നുള്ള മോള് പറഞ്ഞാൽ മതി. ഇപ്പൊ 5 വേണോ 6 വേണോ 7 വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവിയിൽ 10 മിനിമം. ഒരു 3 ആകുമ്പോഴേ രക്തം പൊടിയും. അപ്പൊ ഈ ചെവിയിൽ 3, ഈ ചെവിയിൽ 3. അപ്പൊ അടുത്തൊരു പാട്ട് വന്ന് പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവും. അപ്പം കുറച്ച് മാറ്റി പിടിക്കും. അതിന്റെ മേളിലായിട്ട് വീണ്ടും ഇഷ്കിനി എന്ന് പറഞ്ഞിട്ട് 3 അങ്ങനെ 10 ആകുമ്പോഴത്തേക്ക് മോള് ശ്രദ്ധാപൂർവം പാടും. അതാണ് വേണ്ടത്. കാരണം ഇപ്പൊ ഇത് പാടി കേട്ടപ്പോൾ അത്ര മനോഹരമായിട്ട് പാടി പല്ലവി. പക്ഷേ മോളിത് ടെലികാസ്റ്റിൽ പോയി കേൾക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് മൈലാഞ്ചി, അവിടെയൊക്കെ എന്തൊക്കെയോ മൈലാഞ്ചി കൂടെ ഒന്ന് പാടിക്കേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇഷ്കിനി വിട്ട് തരാം, 10 5 തരാം. കുറച്ചൊരു എക്സ്റ്റൻഷൻ. നെഴുതാൻ പെട്ടി തുറക്കും മലർമാസ ചിങ്ങനിലാവേ നിൻ കയ്യിൽ മിന്നുണ്ടോ പൊന്നുരുക്കാൻ. മതി, ഇഷ്കിനി ഉണ്ട്. 5 മാറ്റി 5 ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത തവണ വരുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വന്ന് പാടിയില്ലെങ്കിൽ അണ്ണാച്ചി എനിക്ക് തരണേ, ഒരു സ്പൂൺ തന്നാ. ഒരു സ്പൂൺ ഇരുന്നിരുന്ന് പഴകി അതിന്റെ ഷാർപ്നെസ് ഭയങ്കര കൂടിയിട്ടുണ്ടെന്ന്. ഇപ്പൊ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കൈ മുറിയും. പിന്നെ ഈ ചെവിയാണ് ആദ്യം, പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇതുണ്ട്, ഇവിടെ ഇത്തിരി നൈസാ. പല സ്ഥലങ്ങളിലാണ് നമ്മൾ പിടുത്തം. അത് ഇറുങ്ങിണിയാണ്, ഇഷ്കിണിയാണ്. ഇഷ്കിനി ചെവി മാത്രമേ ഉള്ളൂ മോളെ. മക്കളെ ഇഷ്കിനി മോളെ നന്നായിട്ട് പാടി. പക്ഷേ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ശ്രുതി അവിടെ ഇവിടെ മക്കൾക്ക് ചേർന്നിട്ടേ ഇല്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ ചരണമൊന്നും ഒട്ടും പെർഫെക്റ്റ് അല്ലായിരുന്നു മോളെ. നമുക്കത് ഫീൽ ചെയ്തോ? നമുക്കതൊരു കൃത്യമായിട്ട് പാടാൻ പറ്റുന്നില്ലെന്ന് കുറച്ചല്ല. മോളിത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ട് നോക്ക്. അവിടെ ഇവിടെ പ്രോബ്ലം ഉണ്ട്. ഒരു സ്റ്റഡി ആയിട്ടേ ഇല്ല മോള് പാടുമ്പോൾ. തന്നെ ആ നോട്ടൊക്കെ നമുക്ക് മാടത്തത്തെയൊക്കെ അറിയണം മോളെ. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ശ്വാസം ഈ ഒരു പല്ലവി തന്നെ കാൽത്തള കെട്ടി എന്നുള്ള സ്ഥലത്ത് ഒരു വാക്കിൻ്റെ ഇടയ്ക്കൊക്കെ കള്ളശ്വാസം എടുത്തിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യരുത് കേട്ടോ. അത് ഒരു മഹാ അബദ്ധമാണത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളൊരു വാക്ക് നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ശ്വാസം എടുക്കുക. വാക്കിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി സ്ഥലം കിട്ടിയാൽ എന്ന് പറഞ്ഞ് എടുക്കരുത് കേട്ടോ. പിന്നെ ഈ തുണ്ടുപല്ലവി അനുപല്ലവി കഴിഞ്ഞ് തുണ്ടുപല്ലവി തുടങ്ങാൻ ഒരു ഇച്ചിരി ഫ്രാക്ഷൻ ലേറ്റ് ആയി പോവുകയും ചെയ്തു. അതെന്ത് പറ്റി? എന്ത് മറന്നുപോയതല്ല, പെട്ടെന്ന് പാടുമ്പോ കിട്ടിയില്ല. അത് കുഴപ്പമില്ല. പക്ഷെ അതും നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾ ഒരു പാട്ട് വെച്ച് കാച്ചല്ലേ.
അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അതിലായിരിക്കണം മോളെ, കേട്ടോ. ഇനി അടുത്ത വട്ടം വരുമ്പോ കലക്കുമോ? അല്ല മറ്റേ പൊടിയെടുത്ത് അണ്ണൻ്റെ കൊടുക്കേണ്ടി വരും. ഇഷ്കണി അടിക്കും ഞാൻ. കൊടുക്കണോ? ഇപ്പൊ പാടിച്ചപ്പോഴണ്ണാച്ചി പല്ല് പാടിച്ചപ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാടുന്നു. അപ്പൊ എല്ലാം അറിയാം, അതുകൊണ്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും. എന്നിട്ട് ഇവിടെ വന്ന് ഉഴപ്പി പിള്ളേരുമായിട്ട് കളിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. കളിയാണ് കൂടുതൽ, പഠിത്തം കുറവാ. അല്ല, കളിച്ചാ മോളെ, കുഴപ്പമില്ല, കുറച്ച് കളിക്കാം, പക്ഷെ പാട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വട്ടം കലക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ദേവുട്ടി എന്തോ നന്നായി പാടി. താങ്ക് യു. ഇത് രസമുള്ള ശബ്ദമാണ് മോളുടെ. താങ്ക് യു. കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ്, ആ ശബ്ദം അത്രയ്ക്ക് ക്ലിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ മോൾക്ക് പാടാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം, കാരണം കഴിഞ്ഞ റൗണ്ടിലൊക്കെ നമ്മൾ കണ്ടല്ലേ. മോൾ അസലായിട്ട് പാടുന്നല്ലേ, നല്ലൊരു പാട്ടുകാരിയാണ്. താങ്ക് യു. ചേച്ചിയുടെ സജഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഫാസ്റ്റ് റൗണ്ടാണ്. മോൾക്ക് പെർഫോമൻസും ഉണ്ട്. മോള് കുഞ്ഞു കുഞ്ഞു ഡാൻസും ചെയ്ത് ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ മോൾ ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പാട്ടെടുക്കുക. എന്നിട്ട് മോൾ നല്ലവണ്ണം പെർഫോം ചെയ്യാം. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഒന്നുമില്ല. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. അപ്പൊ ദേവിക്കുട്ടി, വി ആർ ഗിവിംഗ് യു 96 out of 100. താങ്ക് യു. ഹലോ മൈ ഡിയർ ബ്രിഞ്ചാങ്കുട്ടൻ. എന്താ പേരാ സാറേ? ജിംബ്രൂട്ടൻ ഒരു സൈഡിൽ വിളിക്കും, ബ്രിഞ്ചാങ്കുട്ടൻ പിന്നൊരു പേരാണ്. എല്ലാവരും വിളിച്ചാലോ സാറേ? ആരെയാണ് ജിംബ്രൂട്ടാ വിളിക്കുന്നത്? കോഴിക്കോടുന്ന്. ഒരു കാവുണ്ടല്ലോ അവിടെ, ഒരു കാവുണ്ടല്ലോ, മാങ്കാവ്. മാങ്കാവ്. ആ കാവിനകത്തൊരു കൊച്ചുണ്ട്, പേരെന്താണ്? സാന്ദ്ര. സോ വെൽക്കം സാന്ദ്ര ഫ്രം കാലിക്കറ്റ്, മാങ്കാവ്. കഴിഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ട് ഉള്ള കൂട്ടുകാരും നാട്ടുകാരൊക്കെ എന്തോ പറഞ്ഞു? നന്നായിട്ടുണ്ടായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞേ? ഫ്രണ്ട്സ് തന്നെ. ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാ? അടുത്ത ഫ്രണ്ട് വിനായക്. മോളെ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ സ്വർണ്ണമുക്കിലെ. ആഹാ, ഉഗ്ര പാട്ടാണല്ലോ. അപ്പൊ എന്തായാലും മോള് പാടിക്കോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കമ്പോസ് ചെയ്ത്
സാന്ദ്ര ഓ നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഐ നോ ദാറ്റ് യു ആർ എ വെരി ഗുഡ് സിംഗർ. താങ്ക് യു സർ. നല്ല സിംഗറാണ്. പല സ്ഥലങ്ങളും നീയും എന്നുള്ളൊക്കെ സംഗതി ഞങ്ങൾ രണ്ടുപേരും കൂടി ആഹാ എന്ന് പറഞ്ഞു പോയി. മുകളിലുള്ള പോർഷൻസ് ഒക്കെ നല്ല അതിമനോഹരമായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു സർ. ഈ താഴെ വരുമ്പോഴത്തേക്ക് ഒരു ഓക്സിജന്റെ പ്രശ്നമുണ്ട്. ആ ഒരു സിലിണ്ടർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. നല്ല ശബ്ദം, ബ്യൂട്ടിഫുൾ വോയിസ്, അത്രയ്ക്ക് നല്ല ശബ്ദമാണ്. അതുപോലെ തന്നെ അക്ഷരസ്ഫുടതയുണ്ട്, എല്ലാം ഉണ്ട്. ആ, പക്ഷെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു പേടി. ആ. ഒരു പക്ഷെ ഇപ്പം എത്ര വയസ്സായി? 16. 16 അപ്പം ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന കണ്ടസ്റ്റന്റ് ആണ്. അതെ. ഈ ഇത്രയും പ്രായമാകുമ്പോഴാണ് പേടി വരുന്നത്. നേരെ മറിച്ച് 6 വയസ്സായ കുട്ടികൾ വന്ന് പാടുമ്പോൾ അവർക്ക് പേടിയില്ല. കാരണം വേറൊന്നുമില്ല, എന്താ അവരെ ഒന്നും നമ്മൾ അധികം ഒന്നും പറയത്തൊന്നുമില്ല. ഒരു 8 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് തെറ്റുകളൊക്കെ അവിടെ പോയി പോട്ടെ എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ഇനി പോകെ പോകെ ഭയങ്കര ടെൻഷനാണ്. കാരണം ഇപ്പോഴും ഒരു വേദിയിൽ ഞാൻ കയറുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു പാട്ട് കഴിയുന്നത് വരെ ഒരു പകുതിയെങ്കിലും ആകുന്നവരെ ഒരു ടെൻഷനാണ്. ഒരു സെറ്റിൽമെന്റ് വരണമല്ലോ, ഒരു പാട്ടൊന്ന് സെറ്റായി വരണമല്ലോ. അപ്പം ആ ഒരു പേടി സാന്ദ്രയ്ക്കുമുണ്ട്. അത് കണ്ടുപിടിച്ച് ഞാൻ, കാരണം പല സ്ഥലങ്ങളിലും ബ്രത്ത് അങ്ങ് അവസാനം വരെ കിട്ടുന്നില്ല. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വർഷസന്ധ്യ അതിൻ്റെ അകാരമുണ്ടല്ലോ, അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ പാട്ടറിയാം, മനസ്സിലുണ്ട്, പക്ഷെ എത്തുന്നില്ല. സത്യമാണോ? അതെ സർ. അപ്പോൾ ഇനി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് കുറേ പാടിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം യു വിൽ സിങ്. ഞാൻ പാടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായിട്ട് പാടും. പക്ഷെ പാടി വരുമ്പം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ബ്രത്ത്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം അത് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും ഒന്ന് റിലാക്സ്ഡ് ആവുക. നമ്മൾ എന്തായാലും പാടിയല്ലേ പറ്റത്തുള്ളൂ, പാടി ഞങ്ങളുടെ കമന്റ് കേട്ടല്ലേ പറ്റത്തുള്ളൂ, പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പൊതുജനങ്ങൾ പറയുന്ന അഭിപ്രായം കേട്ടല്ലേ പറ്റത്തുള്ളൂ. പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി പേടിക്കേ വേണ്ട. കാരണം അങ്ങനെ ഒരു വേദിയേ അല്ലത്. നമ്മൾ ആരും ഒരിക്കലും ഒരു ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇനി കടുപ്പത്തി പറയും എന്ത് പറ്റി അയ്യേ ചേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാം. അതൊന്നുമില്ല. ഇത് വളരെ ഞങ്ങളെല്ലാവരും ഒരു എന്താണ് സഹോദരന്മാരാണ്, അതൊരു സഹോദരിയാണ് എന്ന് മാത്രം വിചാരിച്ച് റിലാക്സ്ഡ് ആയിട്ട് പാടെ ഇനി തൊട്ട്. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സാന്ദ്ര, ഓ ഉഗ്രൻ സെലക്ഷൻ മോളെ. ആഹാ, താങ്ക് യു സർ. ഒരു നിവൃത്തിയില്ല, അത് വേണം പറയാൻ. ആ കമ്പോസറിന് പ്രണാമം. മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഇതില് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ആലാപ് തന്നെ മോളെ, ആ ഗാന്ധാരം കുറച്ചും കൂടെ സസ്റ്റെയിൻ വേണോടാ, എങ്കിലേ അതിനൊരു സുഖമുള്ളൂ. അപ്പൊ അറിയായിരുന്നു അത്. വരുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം വരുന്നത്. മോള് പെട്ടെന്ന് എന്തോ പാടി തീർത്തിട്ട് അടുത്ത ട്രെയിൻ പിടിച്ച് പോകാനുള്ള ഒരു ധൃതി ഉണ്ടായിരുന്നു മോളെ. അതുപോലെ ആ എൻഡ് ആലാപ്പിന്റെ അവസാനല്ലേ, ഏതായിരുന്നു അത്? ശ്വാസം നല്ല എടുത്ത് പാടി. ഗുഡ്. അങ്ങ് നിൽക്കണം, ഇച്ചിരി സസ്റ്റൈൻ പിടിച്ചോണം. ശ്വാസക്കുറവാണ് കുഞ്ഞിന് ഇപ്പം പ്രധാനമായിട്ടുള്ളത് മോളെ. അതുപോലെ വസന്തരാത്രി മയങ്ങുമ്പോളം തന്നെ മോള് വസന്തരാത്രിയിൽ മയങ്ങുമ്പോളെന്ന് പാടിയെന്ന് എനിക്ക് തോന്നുന്നത്. രാത്രിയിൽ എനിക്ക് തോന്നുന്നത് എന്റെ മലയാളം വെച്ചിട്ട് അത് രാത്രി ആയിരിക്കണം. രാത്രി. ആ, കണ്ണുനീർ കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ എന്നേ ഉള്ളൂ. വസന്തരാത്രിയിൽ ആര് മയങ്ങുന്നു എന്നൊരു ചോദ്യം വരും രാത്രിയിലാവുമ്പോൾ. അപ്പൊ അത് രാത്രിയാണ് മോളെ കേട്ടോ. അതുപോലെ മയങ്ങുമ്പോൾ അങ്ങോട്ട് വരണം. എന്താ വരാത്ത മോളെ? അതൊക്കെ ഇതിന്റെ ഒരു ജീവൻ ആയിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോലെ അതൊരു കണക്ട് ഉണ്ടാകത്തുള്ളൂ.
വലുത് വന്നതിന് ശേഷം മോള് അവിടെ കട്ട് ചെയ്യരുത് ശ്വാസം, അതങ്ങോട്ട് കണക്ട് ചെയ്ത് പാടുക കേട്ടോ. ഓക്കെ സർ. ഞാനിത് പറയുന്ന മോളൊരു ഉഗ്രം പാട്ടുകാരി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലേ അല്ല ഇതുപോലുള്ള കാര്യങ്ങളിൽ കേട്ടോ. ഓക്കെ സർ. അല്ല മോളെ, പിന്നെ തുണ്ട് പല്ലവി ബ്യൂട്ടിഫുൾ ആയിരുന്നു, താങ്ക് യു സർ. ആസാദ്യം. നമ്മുടെ ഇവിടെ നില വിളിച്ചായിരുന്നു കേട്ടോ. ഏതോ ഒരു ഞെട്ടല് തോന്നി, ഇവിടെ എന്തോ ഒരു പുലിയുടെ ശബ്ദം പോലെ. അത് കാര്യം ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ആഹാ, സ്വർണ്ണമൂക്കിലേ സ്വർണ്ണമൂക്കിലേ സ്വപ്നം കാണാറുണ്ടോ. നല്ല പാട്ട് പാടാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. അതിന് അപ്പം ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി, മോള് പാടുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഈ ലിസ്റ്റ് കണ്ടപ്പോൾ കേട്ടോ. അത്ര ഇഷ്ടമുള്ള പാട്ടാണ് എല്ലാവർക്കും. അപ്പൊ മോള് നല്ല ഉഗ്രം ടാലന്റ് ആണ്, അതൊരു സംശയമല്ല കേട്ടോ. അപ്പൊ ഇത് ഇനി ഇമാതിരിയുള്ള ഡീറ്റെയിലിംഗ് കുറച്ച് വിട്ട് കളയരുത് പ്ലീസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. സാൻഡ്രക്കുട്ടി, എന്തോ മോൾ നന്നായി പാടി. താങ്ക് യു മാം. എന്താ വോയിസ്. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ 16 വയസ്സാണെങ്കിൽ പോലും നല്ല മെച്ചുവേർഡ് വോയിസ് ആണ്. താങ്ക് യു മാം. ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സും കൂടെ കറക്റ്റ് ചെയ്താ പിന്നെ വേറെ ലെവൽ ആവാൻ പോവാണ്. താങ്ക് യു മാം. വിത്തിൻ 10 years നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് മോൾക്ക്. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ജോൺസൺ മാഷിന്റെ ഒരു മാജിക്കൽ കോമ്പസിഷനാണ്. ജാനകി അമ്മ പാടി ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കാതിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ് ജാനകി അമ്മയുടെ ആ ശബ്ദം, പി ഭാസ്കരൻ മാഷിന്റെ വരികളും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് ഭയങ്കര ബൈ ഹാർട്ടായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാണ്. പക്ഷെ മോള് നന്നായി പാടി. മോള് ജസ്റ്റ് കോൺഫിഡന്റ് ആയാൽ മതി. കുറച്ചൊന്ന് കൂൾ ഡൗൺ ആവാനുണ്ട്. ഓൺ ടു ദി ക്യാമറ പാടിയാൽ മതി. ഹാപ്പി ആയിട്ടിരിക്കാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സാന്ദ്രയ്ക്ക് ഇന്ന് ഞങ്ങൾ തരുന്നത് 97 out of 100. താങ്ക് യു സർ. Season 4. കടുക്കിട്ട് പറത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുരുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. കടുക്കിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലക്കല്ലേ കറുമ്പി പെണ്ണെ. അജിബ്രോ അജിബ്രോ ആഹിബ്രോ അജിബ്രോ. സാറേ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. കാരണം മിഠായി കൂട്ടത്തിൽ ഇതൊരു കുട്ടിയായി ഇപ്പൊ വരാൻ ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങൾക്ക് ഈ മിഠായി കൂട്ടം വരുമ്പോഴാണ് എനിക്കും എനിക്കും ഒരു ജിംബ്രു. ഫുൾ ടൈം ചിരിയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാ. എനിക്കൊരു ക്ലൂ കിട്ടി. എനിക്ക് ആരാ പറഞ്ഞ പേര് പറഞ്ഞേ? ദ്വിതി. ആ, പക്ഷെ ദ്വിതി സംസാരിക്കത്തില്ല കേട്ടോ. ദ്വിതിയുടെ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. സംസാരിപ്പിക്കാം സാറേ. ഏറ്റോ പറയുന്ന ഏറ്റോ? ഞാൻ ഏറ്റു. ആ, ഇല്ലെന്നുണ്ടെങ്കിൽ ജിബ്രുവിനെ ഞാൻ എടുത്തിട്ട് ഇടിച്ച് ഇതേണ്ട, അത് വെച്ച് ഞാൻ ഇടിക്കും. ഞാൻ സംസാരിപ്പിക്കാം. എനിക്ക് വിളിക്ക തിരുമോളെ. മോള് സംസാരിക്കില്ലെന്നാണ് MG അങ്കിള് പറയുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് സംസാരിച്ചേ. പാട്ട് പാടിയിട്ട് സംസാരിക്കാം. ഏത് പാട്ടാ പാടുന്നേ? തന്നെന്നം തന്നം താളത്തിലാടി. തന്നെന്നം താനെന്നം താളത്തിലാടി. ഒന്നാണോ രണ്ടാണോ പൈങ്കിളികൾ, ഇത് സ്വന്തം കാര്യമായി പാടുന്നത്. ആറാണോ പൈങ്കിളികൾ. ജിംബ്രുവിന്റെ കാര്യം പാടുന്നത്. ഒന്നാണോ രണ്ടാണോ പൈങ്കിളികളെന്ന്. പോകുന്ന സ്ഥലത്തൊക്കെ പൈങ്കിളികളാ. മക്കൾ അങ്ങ് പോയാട്ടെ ജിംബ്രൂസേ. ഓക്കെ സാറേ, ഓൾ ദ ബെസ്റ്റ് മോളു.
തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി കിരുകിരെ പുന്നാരത്തിൻ മൊഴിയോ കരളിലെ കുങ്കുമപ്പൂമ്പൊടിയോ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോട് കുളിരെങ്ങും തൂകി നിന്നു ഒരു പൂവിൽ നിന്നവർ തീർന്നുകർന്നു ഒരു കാനി പങ്കുവെച്ചവൾ നുകർന്നു ഇരുമയാണെങ്കിലും ജീവനൊന്നായി നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടും നാൾ കൂടുന്ന കൂട്ടാൻ നാരുകൾ തേടി ആൺകിളിയെങ്ങോ പോയി ദൂരെ ദൂരെ പെൺകിളി കാത്തിരുന്നു തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒരു പീടി ചൊല്ലിയും തേൻതീനയും തിരയുമാം പാവമാമാൻ കിളിയോ വനവേളൻ വീശിയ വലയിൽ വീണു മണിമുത്ത് മുള്ളിൽ ഞെരിഞ്ഞു താണു ഒരു കൊച്ചു സ്വപ്നത്തിൻ പൂവളർന്നാൽ ഒരു കൂടം കാട്ടിയതാരറിയാൻ ഒരു കുഞ്ഞു മെഴുതിരി ഉരുകുമ്പോഴേ കരയുമോ പെൺകിളി കാത്തിരുന്നു ആയിരം കാതം ദൂരെയിരുന്ന് ആൺകിളി എന്തേ ചൊല്ലി ദൂരെ ദൂരെ പെൺകിളി കാത്തിരുന്നു തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി Top Singer Season 4. ദ്യുതിക്കുട്ടി എന്താ സുഖം. താങ്ക് യു. രാജാ സാറിന്റെ മ്യൂസിക്, പിന്നെ ONV സാർ എഴുതി, ദാസേട്ടന്, പിന്നെ അമ്പിളി, പിന്നെ കുറെ പേര് പാടിയിട്ടുണ്ട്. ഈ പാട്ടെല്ലാം കൂടി ഗ്രൂപ്പായിട്ട് കോറസുകാർ നല്ല രസമായിട്ട് പാടി. ദ്യുതിക്കുട്ടി എന്ത് വാങ്ങിച്ചു കൊടുക്കും അവർക്ക്? അച്ഛൻ വാങ്ങിച്ചു കൊടുക്കും. അച്ഛന്റെ പോക്കറ്റ് കീറി ഇരിക്കുക.
ഇനിയിപ്പോ എന്തോ വാങ്ങിച്ചു കൊടുക്കാനാ? ഈ ഉടുപ്പാരാ വാങ്ങിച്ചെന്നേ? അച്ഛനും അമ്മയും ഞാനും കൂടി അതാ ചോദിച്ചത്. അച്ഛന്റെ പോക്കറ്റ് കീറി ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഈ അച്ഛൻ കോസ്റ്റ് ഗാർഡിലായതുകൊണ്ട് കൊള്ളാം, ആകെ കൊഴിഞ്ഞിരിക്കുക. എന്തായാലും പാട്ട് രസമായിരുന്നു കേട്ടോ. താങ്ക് യു. അനുപല്ലയിലടങ്ങാണ്ട് ഒരു വരി എങ്ങാണ്ട് വേറെ ഒരു രീതിയിൽ പോയി, കുഴപ്പമില്ല. പിന്നെ തിരിച്ച് ആ റൂട്ടിൽ തന്നെ വന്നു. നേരെ പോണ ബസ് വലത്തൂടെ കയറി പിന്നെ ഇങ്ങനെ കയറിയിട്ട് ആ റൂട്ടിലൂടെ കയറി സംഭവം കയറിപ്പോയി. പക്ഷെ കേൾക്കാനും കാണാനും എല്ലാം നല്ല രസമായിരുന്നു. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ അണ്ണാച്ചി? പിന്നെ അസാധ്യമായിട്ട് പാടി കുഞ്ഞ്. താങ്ക് യു. എന്ത് രസാണ് ചക്കരെ കാണാൻ. ഒരു സുന്ദരി വാവയാ കേട്ടോ. നോക്കി ഉടുപ്പ് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. അച്ഛന്റെ പോക്കറ്റ് കീറിയാലും കുഴപ്പമില്ല മോളെ. അച്ഛന്റെ പോക്കറ്റ് കീറിയിരിക്കുവല്ല. അല്ല അല്ല എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് രാവിലെ കണ്ടപ്പോ കരഞ്ഞോണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്റെ പോക്കറ്റ് കീറി സാറേ, ഡെയിലി 2 ഉടുപ്പ് വെച്ച് മക്കൾ ചോദിക്കാന്ന് പറഞ്ഞു. മക്കളെ നന്നായിട്ട് പാടിയതാ കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തില്. ആ കോറസും പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡും എല്ലാത്തിനും ഒരു രാജാ സാർ. ഓഹോ അസാധ്യം. സൂപ്പർ മോളെ. ദ്യുതിക്കുട്ടി, എന്തോ? എന്ത് രസമായിട്ടാ പാടിയേ. താങ്ക് യു. പാട്ട് കേൾക്കാനും കാണാനും ഭയങ്കര രസമായിരുന്നു. മോളുടെ കുഞ്ഞു കുഞ്ഞു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു. അതാരാ പഠിപ്പിച്ചു തന്നെ ഡാൻസ്? അമ്മ. അമ്മ പഠിപ്പിച്ചു തന്നാണോ ഈ കുഞ്ഞു കുഞ്ഞു ഡാൻസ് സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ? അപ്പൊ അമ്മയ്ക്ക് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മള് നല്ല രസമായിട്ട് കളിച്ചു. താങ്ക് യു. അപ്പൊ ഇതുപോലെ പാട്ടൊക്കെ ഇങ്ങനെ പഠിച്ച് ഇവിടെ പാടണം കേട്ടോ. നമ്മൾ ഇനിയും പാട്ടിൽ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മോളെ ചക്കരെ, മക്കള് പാടുമ്പോ ഈ മാമൻ ഇവിടെ ഇരുന്ന് ഡാൻസ് ചെയ്യുന്ന കണ്ടോ മക്കള്? ഭയങ്കര ശല്യമായിരുന്നു മക്കളെ. കണ്ടോ മക്കള്? ശ്രദ്ധിച്ചു. പിന്നെ അത് കഴിഞ്ഞാ മോള് കണ്ണടച്ചല്ലേ? ചേട്ടൻ മക്കള് തുറന്നിട്ടേ ഇല്ല കണ്ടു. പിന്നെ തീരാൻ നേരത്താണ് പിന്നെ ഓക്കെ. ഞാൻ എൻജിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഒന്നല്ല, കുറെ നേരം കൊണ്ട് പറയുന്നല്ലേ, ഇവിടെ വന്നപ്പോ തൊട്ട് പറയാം ഒരു കാര്യം. എന്റെ സ്കൂളിലെ എന്റെ ഫ്രണ്ട്സ് ചോദിക്കുക, അങ്കിൾ ഈ മാജിക് കാണിച്ചത് ഒറിജിനൽ ആണോ? പറയാത്ത എന്ത് ഒറിജിനൽ ആണെന്ന്? അപ്പൊ എന്ത് പറഞ്ഞു? അല്ല ചുമ്മാന്ന് പറഞ്ഞു. ഒറിജിനൽ ആണെന്ന് പറഞ്ഞു. ഒറിജിനൽ ആണെന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, ഇനി ഒന്നുകൂടെ കാണണോ ഒറിജിനല്? വേണ്ടേ. ചെമ്പണ്ണ, പിള്ളേരൊക്കെ എന്നെ എടുത്തിട്ട് ഒരു വട്ടടിക്കുകയാണേ. ചെമ്പുപുറത്തിന്റെ ശാപം കിട്ടും കേട്ടോ നമുക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടത്തങ്കളിന് മാജിക് അറിയത്തില്ല? അണ്ണാച്ചി ഒരെണ്ണം കാണിക്കും. ഇത് കണ്ടോ? ഇതെന്താ മക്കളെ? കയ്യ്. ഇതോ? ഇത് രണ്ടും അതെങ്ങനെ പറ്റും? ഇപ്പൊ എവിടെ എന്റെ കൈ? താഴെ ഒന്നും ഇല്ല. കൈ നഷ്ടമായി എനിക്ക്. പൊക്കാനെ ഉണ്ടായിട്ട് വേണ്ടേ പൊക്കാൻ. ഇതാ എന്റെ മാജിക്. ഞാനൊക്കെ ചെറിയ മാജിക് അല്ലേ കാണിക്കുന്നേ. അണ്ണാച്ചി സ്വന്തം കൈ തന്നെ മാറ്റി കളഞ്ഞില്ല. മാജിക് കാണണോ? യെസ് ഓർ നോ? വേണമെങ്കിൽ കാണിച്ചാൽ മതി. പക്ഷെ ഞാനൊരു കാര്യം പറയാം. പറഞ്ഞു എന്താ വേണമെങ്കിൽ കാണിക്കാം. ഞാൻ മുറ്റത്തിട്ട JCB വെച്ച് താണ്ടുമ്പോഴേ അതിന്റെ അകത്തൊന്നും കേറാറില്ല. കളിപ്പാട്ടമല്ലേ മോളെ? തോണ്ടിട്ടൊന്നും കേറുന്നില്ല. എന്നിട്ടുണ്ടല്ലോ പ്രിൻസിപ്പൾ പറഞ്ഞു മണ്ണ് ഓരാൻ നേരത്തെ ആ JCB കൊണ്ടുവരണേന്ന്. ഇതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് JCB കൊണ്ടുവരുത്താലേ ഒരു തരി മണ്ണ് പോലും കയറത്തില്ല. കുഞ്ഞ് അതും കൊണ്ട് നാഷണൽ ഹൈവേ തോന്നാം. പ്രിൻസിപ്പളിനെ ഒക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ഉഗ്ര മാജിക് മോള് സ്കൂളിൽ കുട്ടികളുടെ അടുത്ത് പോയി പറയണം, അങ്കിള് ഒറിജിനൽ ആയിട്ട് ചെയ്താന്ന് പറഞ്ഞു. ഓക്കെ, റെഡി? മോനെ കളിക്കാൻ നിൽക്കണ്ട, ഡേവിഡ് ചെറുപുറത്തിന്റെ ശിഷ്യൻ.
ഒരു ചെറിയ മാജിക്, ഒരു ചെറുങ്ങനെ ഒരു മാജിക്. ഇതേ 2 കപ്പ്. ഇതെന്താണ്? വെള്ളം. തണുത്ത തണുത്ത വെള്ളം. ചെമ്പണ്ണ രക്ഷിക്കണേ. ഓം കുർഖായ ദീർഘായ മൂർഖായ സംഛായ ഓം. കുടിക്കാൻ പറ്റത്തില്ല. ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്തു. ഓക്കെ. കുടിക്കുന്നോ? എനിക്ക് വേണ്ട, അങ്ങള് തന്നെ കുടിച്ചാൽ മതി. കുർഖായ ശിഖായ സംഭായ സർഥായ ഖായ ഭ്രുംബായ ജിംഖായ റംബഖായ. എണ്ണക്കായ എന്നൊക്കെ പറഞ്ഞാല് പ്രത്യേകം കായ റമ്പക്കായ. 2 ഗ്ലാസ് ഞാൻ എടുക്കുന്നു. ഇതെന്തൊക്കെയായി കഴിഞ്ഞാൽ സംഭവമായിരിക്കും കേട്ടോ. ഇതിലൊന്ന് തൊടു. തൊടു. തൊട്ടല്ലോ. തൊട്ടു. 2 ഗ്ലാസ് വെള്ളം തൊട്ടു. തൊട്ടു. 2 ഗ്ലാസ് തൊട്ടു. ഇത് നീ കുടി. എടാ കുടിക്കണ അത് കൈ വെച്ചിട്ട് റിംഭായ ചമ്പായ എന്നൊക്കെ പറഞ്ഞു കുടിക്കാവോ? നീ തൊട്ട ഗ്ലാസ് നീ കുടി. എടാ ആരെങ്കിലും അറിയിക്കണോ? മതി. റിംഭായ മതി, അത് മൊത്തം കുടിക്കണം. അവനത് മൊത്തം കുടിച്ചു. വിവരം അറിയും കുറച്ച് കഴിയുമ്പോ. എടാ നീ ഇതിനെ മൊത്തം കുടിച്ചേ. കുടിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഞാനെടുത്ത് ഇത് അടയ്ക്കുന്നു. ഓക്കെ, എന്റെ എല്ലാരും പൊക്കോ. എന്തോ ഒരു പ്രശ്നം പോലെ. ചായ പായ ശിഖായ. ഭ്രം ഭ്രം ശിഖാ. അയ്യോ വാ. എന്നൊരു ഐസ്ക്രീം കൊടുക്കാൻ പോകും. ഐസ്ക്രീം. മീനുട്ടി കൈ നീ കൈ നീടണം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എടാ നീ ഇതാ കുടിച്ചേ. MG അങ്കിളിന് ഇപ്പൊ ഐസ് ഫാക്ടറിയാ മക്കളെ. എന്നാലും ഇങ്ങനുണ്ട് ഒരു ഫാക്ടറി. അണ്ണാ ഞെട്ടി അണ്ണാ. സീരിയസ് ആയിട്ട് ഞെട്ടിയേ. അതെ, ഇവിടുത്തെ ഗ്ലാസ് ഇവിടുത്തെ. ഞങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആയത്. അയ്യോ, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാവൂ ഇത്. കണ്ടാ ചെമ്പുണ. എന്റെ ചെമ്പുണ്ണ സൂപ്പർ കേട്ടോ. ഓരോ ദിവസം ഇനി വയ്യേ, അടിപൊളി. അതാ നമ്മുടെ അതല്ലേ ഞാനും എടുത്തു. എന്റെ അവസ്ഥ മിക്കവാറും എന്നാ തോന്നുന്നത്. ഉള്ളിന്ന് ഇത് ഇങ്ങനെയാവും മിക്കവാറും. ഫ്രീച്ചറി വെച്ച് കട്ടയാക്കിയതാണ്. അയ്യോ പ്ലീസ്. അതിലേറെ മോഹിതനായി ചന്ദ്രനോ തിടുക്കം പല നാളായി ഒരു മയക്കം. വേറെ പാട്ട് പാടാം. എന്റെ ദൈവം എന്നങ്ങ് കൊല്ലുന്നോ? അറിയാതെ പട്ടിമേലെ ചന്ദ്രൻ ഉറക്കം വന്നു. അതല്ല, പടിമേലെ നിൽക്കും. അല്ല, അങ്ങനെ ഞാൻ ചുമ്മാ പാടിയതാ. അല്ല, അമ്മ വടിയും കൊണ്ട് നിപ്പുണ്ട്. ഇത് പാടിയതിനാണോ? അതിന് മുന്നേ കാർമുകിൽ പറഞ്ഞ എന്റെ ചുണ്ടിൽ അത് ഞാൻ സെൽഫി വീഡിയോ എടുത്ത് ഇവൻ അയച്ചതാ. വേറൊന്നും കൂടെ കണ്ടോ മോളെ? ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ കണ്ടോ കണ്ടോ. പണിയാണല്ലോ ഇതിപ്പോ. കാണിത്തരാണ്. കണ്ടോ? മീനൂട്ടി പറ, ഇത് എവിടാന്ന്? ഇതിവിടെ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോ ഇവൻ. മീനാക്ഷി ചേച്ചി. ലിനുവിനാണ് ഇതിന്റെ ബാക്കി കാര്യം അറിയാവുന്നത്. അത് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അത് അല്ല, അവർക്കറിയില്ല. അവര് പറയുന്നത് ജർമ്മനാണ്. അപ്പൊ ഞങ്ങള് ചുമ്മാ
ടൗണിൽ കൂടെ വെറുതെ കറങ്ങാൻ ഇറങ്ങിയാണ്. ആ സമയത്ത് ഇവരെങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവര് കെട്ടിപ്പിടിച്ചു പോയി നടക്കുന്നു, ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. നമുക്കറിയാത് ഇവന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടാ വിട്ടതേ. ഞാൻ ഒരു വിധത്തിലാ തിരിച്ചു കൊണ്ടുവന്നേ, ഇല്ലേ പോയനാ കൂടെ. അല്ല ഇവൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്, പല കഥകളും ഞാനും കേട്ടു. എല്ലായിടത്തും തന്നെ സാറേ, എയർപോർട്ടിൽ നിന്നൊക്കെ ഫുൾ ടൈം ഇത് തന്നെയാണ്. ചേട്ടാ ചുമ്മാ തള്ള ഇങ്ങനെ ഒന്നല്ല. നീ എന്തിനാണ് ഈ നിന്റെ തരത്തിന് നോക്കിയാ പോരടെ സംഭവം ഇതൊന്നല്ല. ഞാൻ സംഭവം ഒക്കെ വിട്, ഒരൊറ്റ ഫോട്ടോ എടുത്ത് പറ. സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്ത് സംഭവം ഇതിക്കുള്ള അല്ല, ഞാൻ അവിടുത്തെ ഇങ്ങനെ ഫോട്ടോ എടുക്കായിരുന്നു. അപ്പൊ അതിലൂടെ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ ആ പുള്ളിക്കാരത്തി വന്ന് ഇങ്ങനെ ഇങ്ങനെ പിന്നെ പുള്ളിക്കാരത്തിക്ക് വട്ടുണ്ടോ? സീരിയസ് ആയിട്ടാ സംഭവിച്ചേ. അല്ലല്ല, അങ്ങോട്ട് ചെന്നാണ്. മക്കളെ 45 വർഷമായിട്ട് ഞാൻ വിദേശത്ത് പോകുന്ന ഒരു മദാമ്മയും ഒരു സായിപ്പ് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഫോട്ടോ വേണമെന്ന് പറയത്തേ ഇല്ല. അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് മീനൂട്ടിക്ക് അയച്ചു തന്നില്ലേ? ചേട്ടാ സൂക്ഷിച്ചു വെച്ചോ. ഇതിനെ എന്ത് നാട്ടുകാർ സൂക്ഷിച്ചു വെച്ചോളൂ. അല്ല ലിനിച്ചേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ ഞാനും ഇവിടെ ഇറക്കും. ലിനിച്ചേട്ടൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് അത്രയും പ്രായമുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. സോ മക്കളെ ദ്യുതി എന്തോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുറ്റി. അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ഒരു കിടുക്കാച്ചി എപ്പിസോഡ് ഇതേ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതെ, അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ, ബൈ, സീ യു.